ഹായ് കുട്ടീസ്. അപ്പോൾ നമ്മളിന്ന് ഒരു ഓയിൽ പാസ്റ്റൽ ആർട്ട് വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡ്രോയിങ് ബുക്ക് എടുക്കുക. ഡ്രോയിങ് ബുക്കിൽ നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ഒരു ഫുൾ പേജ് തന്നെ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബുക്കിൽ ഒരു ഫുൾ പേജ് ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സെക്ഷൻ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ആർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ മുതലാണ് നമ്മൾ വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണം. വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി മെയിനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലെ പാസ്റ്റൽസ് ആണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഇതൊക്കെയാണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സാണ് നമുക്കിപ്പോൾ ആവശ്യം കേട്ടോ. ഓക്കെ, ഇതിൽ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ലൈറ്റ് ഗ്രീൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ലൈറ്റ് ഗ്രീൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ ഏകദേശം ഞാൻ കളറൊക്കെ യൂസ് ചെയ്ത് കഴിയാനായതാണ് കേട്ടോ ഈ കളേഴ്സ്. ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ കളർ കുറയുന്ന ടൈമിൽ നമ്മളിതിലെ പേപ്പർ ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കളയരുത് പേപ്പർ. ആ ഒരു പോർഷൻസ് മാത്രം റൗണ്ട് ചെയ്ത് ആണെങ്കിൽ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കയ്യിലൊക്കെ കളേഴ്സ് ഇങ്ങനെ ആവുന്ന പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളിതുപോലെ ആദ്യം തന്നെ ചെറിയൊരു ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ ഈ ഒരു അറ്റത്തേക്ക് ഇതുപോലെ പാസ്റ്റൽസ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് പെൻസിലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള ചെയ്യുന്ന ആർട്ടുകളിലേക്കൊന്നും പെൻസിൽ യൂസ് ചെയ്യരുത്. അതിനിടയിൽ കൂടെ ഒരു കോൾ വന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ആയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊരു ലൈൻ കേട്ടോ. കണ്ടോ, ഇവിടെ മുതൽ ഈ ഒരു അറ്റത്തേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഈ ഒരു പോർഷനിന് നമ്മളിതാ ഇങ്ങനെ അടിയിലേക്കൊരു ലൈൻ കേട്ടോ. ഇങ്ങനെ അടിയിലേക്ക് ഇതൊന്ന് ചെറിയ ലൈന് അടിയിലേക്ക് വളഞ്ഞിട്ടാണ് ഈ ലൈൻ പോകുന്നത്. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു സ്ലോപ്പും അല്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഈ ലൈൻ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ അടിയിലേക്ക് വരെ ഇതുപോലെ ലൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. ഈ ഒരു പോർഷൻസ് വരെ നമ്മളിതുപോലെ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഈ ഒരു പോയിന്റ് മുതൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ചെരുവില്ല കേട്ടോ. നമുക്കിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആണെങ്കിലും ബുക്ക് പിടിച്ച പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ലോപ്പാണത്. ഇതേപോലെ നമ്മളൊരു ലൈനും കൂടി കൊടുക്കാം. ഇങ്ങനെയാണ് ഗ്രീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട 2 ലൈൻസ് വരുന്നത്. രണ്ടും പാസ്റ്റൽസ് ആണ് കേട്ടോ. ഇതിനെ ഓയിൽ പാസ്റ്റൽ എന്നാണ് പറയുക. ഈ കളേഴ്സിനെ ആദ്യമായിട്ട് ഓയിൽ പാസ്റ്റൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ ആദ്യം തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ കളർ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ സെയിം കളർ തന്നെയാണ്. ഈ ഒരു 2 പോർഷൻസ് ഫുള്ള് നമ്മൾ ഗാർഡനാണ്, ഒരു പാടം പോലെയാണ് സെറ്റ് ചെയ്യുന്നത്. ആ പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുന്ന ഒരു കുഞ്ഞ വരമ്പ്, ഒരു വഴിയാണിത്. അപ്പോൾ ഈ 2 സൈഡും ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കളേഴ്സ് നമ്മൾ ഈ ഒരു സൈഡ് മുതൽ അടിയിലേക്ക് കൊടുക്കുക കേട്ടോ. പല സ്ഥലങ്ങളൊന്നായിട്ട് കൊടുക്കാതെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് വേണം കളേഴ്സ് കൊടുക്കാൻ. കണ്ടോ, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് ഭയങ്കരമായിട്ട് ഡാർക്കാക്കി കൊടുക്കരുത്. അതുപോലെ തന്നെ ഇത് പാസ്റ്റലാണ്, ഒരു ഓയിൽ ടൈപ്പാണ്. ഈ ഒരു കളേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിന്ന് വലിച്ചു കൊടുത്താൽ പെട്ടെന്ന് കളറിങ് ആയി കിട്ടുന്ന ഷെയ്ഡുകളാണ് ഇതൊക്കെ. നല്ലോണം ഫില്ലായി കിട്ടും കേട്ടോ. ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നോർമൽ ക്രയോൺസ് പോലെയല്ല, പ്ലാസ്റ്റിക് ക്രയോൺസ് പോലെയല്ല. ഇതൊരു ഓയിലി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്മജ് ചെയ്യാനും ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് കളർ ചെയ്യാം. പുറത്തേക്ക് പോവാതെ നോക്കിയിട്ട് വേണം ഓരോ ലൈൻസും സൈഡിൽ നിന്ന് ഇങ്ങനെ കളർ ചെയ്ത് പോകാൻ കേട്ടോ. അപ്പോൾ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാന്നല്ലാതെ ഫുള്ളായിട്ട് വലിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് എൻഡ് വരെ ഇതുപോലെ തന്നെ ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തൊട്ടിപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, കളർ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കളർ ചെയ്ത് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം കളർ ചെയ്ത് പോകാൻ കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡും അതേപോലെ തന്നെ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എല്ലാവരുടെ കയ്യിലും സ്പോഞ്ച് എല്ലാവരുടെ കയ്യിലും സ്പോഞ്ച് വേണം കേട്ടോ. ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് സ്പോഞ്ചാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പെട്ടെന്ന് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് സ്പോഞ്ച് അല്ലേ. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ബഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ബഡ്സിനേക്കാളും പെട്ടെന്ന് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പോഞ്ചാണ്. അപ്പോൾ സ്പോഞ്ച് തന്നെ എല്ലാവരും സെലക്ട് ചെയ്യാൻ നോക്കുക. സ്പോഞ്ചിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സ്പോഞ്ചിൽ നിന്ന് ഇത്രയും പീസൊന്നും വേണ്ട കേട്ടോ. ഇതിൽ നമുക്ക് സ്മഡ്ജിങ് ടൂൾസൊക്കെ കിട്ടും, ബ്ലെൻഡിങ് ടൂളൊക്കെ കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു കുഞ്ഞ് സ്പോഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് അതുപോലെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ടൂൾസൊക്കെ മേടിക്കുക കേട്ടോ. ഞാനിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ സ്പോഞ്ചിലുള്ള അതാണ് സ്പോഞ്ചിൽ കാണിക്കുന്നത്. ഇനി ഇതുപോലെ ഇങ്ങനെ മായ്ച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തെറ്റി കഴിഞ്ഞാൽ മായ്ച്ചു കൊടുക്കൂലേ. ഇത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടാണ് ഓയിൽ പാസ്റ്റൽ ആർട്ട്. ഓക്കെ, ഒരുപാട് മോഡൽസ് ചെയ്യാം. ബേസിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ എപ്പോഴും ചെറിയ വർക്കുകളാണ് ഏറ്റവും നല്ലത്, ഹെവി വർക്കിനേക്കാളും. അതാണ് സ്റ്റാർട്ടിങ് നമ്മൾ ഇതുപോലത്തെ വർക്കുകൾ എടുക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറ്റുന്ന ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കളേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഒരു ആർട്ടിലൂടെ സാധിക്കും.
ഓക്കെ, അവർക്ക് അവരെ കളറിങ് ആയാലും അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിൻ്റെ കോഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓയിൽ പാസ്റ്റലാണ് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡ് ഫുള്ള് നിങ്ങൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, വലിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ അടിച്ച ടൈമിൽ അവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു രണ്ടിൻ്റെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് കണ്ടറിയാം. ഇത് നല്ലോണം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ലോണം ഒരു നമുക്ക് തൊടുമ്പോൾ തന്നെ ലൈക്ക് ഭയങ്കര ഒരു സ്മൂത്താണ്. അതുപോലെ തന്നെ ഷെയ്ഡുകളൊക്കെ നല്ല നീറ്റായിട്ട് കവറായി പോലെ ഉണ്ടാവും. സൈഡും അതുപോലെ തന്നെ ഒന്ന് വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ കളർ ചെയ്ത ഒരു വരച്ച പോർഷൻ അതേപോലെ നിൽക്കും. അപ്പോൾ സൈഡും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ അതേപോലെ നല്ല രീതിയിൽ കളർ ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇവിടെ ഇനിയൊരു കളർ ഷെയ്ഡ് വരുന്നില്ല, ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു കളറിങ് കൊടുത്തു കേട്ടോ. എവിടെ ഇല്ല അതുപോലെ ആ ലൈൻസ് സൈഡ് ലൈൻസും എല്ലാം അതുപോലെ തന്നെ കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നീറ്റായിരിക്കും. നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കാളും ഭംഗിയാണ് ഓയിൽ പാസ്റ്റൽ ആർട്ട് കാണാൻ. രണ്ട് പോർഷൻസും നല്ല നീറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഇതേപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ കുട്ടികൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോർമൽ ക്രയോൺസ്, പ്ലാസ്റ്റിക് ക്രയോൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്രയോണ് വെച്ച് കളർ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഗ്യാപ്പുകളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. പക്ഷേ ഓയിൽ പാസ്റ്റലിന് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ചെയ്യുന്ന പോലെ തന്നെയാണ്, നമുക്ക് ഗ്യാപ്പ് വിട്ട് കളർ ചെയ്താൽ മതി. കാരണം ഇതുപോലെ ഒരു കുഞ്ഞ് സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് പോർഷൻസ് ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻസ് നല്ലോണം ഇതുപോലെ കേട്ടോ, ലൈൻസൊക്കെ അതുപോലെ തന്നെ വലിക്കണം. അല്ലാതെ ലൈൻസ് അവിടെ നിർത്തരുത്. ആ ലൈൻസും കൂട്ടിയിട്ട് ഇതുപോലെ തന്നെ സ്പോഞ്ചിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കുഞ്ഞതാക്കി പിടിച്ചിട്ട് ലൈൻ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ എടുത്ത് സെയിം സ്പോഞ്ച് തന്നെ ഇവിടെ യൂസ് ചെയ്യുക, കാരണം രണ്ടും സെയിം കളർ ആയതുകൊണ്ട് കേട്ടോ. കളറ് മാറുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ സ്പോഞ്ച് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും നല്ല നീറ്റായിട്ട് കളർ ചെയ്തെടുത്തു. ഇനി മുകളിലെ പോർഷനാണ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ്, നമ്മൾ സ്കൈ ആയിട്ടാണ് മുകളിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ബ്ലൂ കളർ ഉണ്ടാവും അല്ലേ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ബ്ലൂ കളർ വരുന്നുണ്ട്. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡീപ്പ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷെയ്ഡുകൾ വരുന്നുണ്ട്. ഇതിൽ സ്കൈ ബ്ലൂ ഷെയ്ഡ് തന്നെ സെലക്ട് ചെയ്യുക. സ്കൈ എപ്പോഴും ഇതുപോലെ ആ ഒരു കളറും നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്പോഞ്ച് പീസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. വേറെ ടൂളിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇനി ടൂൾസൊക്കെ മേടിക്കണമെങ്കിൽ ടൂൾസൊക്കെ മേടിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും റേറ്റ് കുറവിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ സ്പോഞ്ചൊക്കെ വെച്ചിട്ട്. പെട്ടെന്ന് നമുക്ക് സ്പോഞ്ച് ആകുമ്പോൾ ഒരു സ്പോഞ്ചിൻ്റെ കട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുണ്ടാവും. മറ്റു ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേടായി പോവും. കാരണം ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും പറ്റില്ല. ആ ഷെയ്ഡ് യൂസ് ചെയ്യാൻ മാത്രമേ പിന്നീട് അത് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രീനിൻ്റെയും സ്കൈ ബ്ലൂവിൻ്റെയും സെൻട്രൽ ലൈനും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, വലിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ലൈൻ വിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കാൻ പാടില്ല. ഈ ബ്ലൂ ആണ് ആദ്യം കൊടുത്തത്, ഗ്രീൻ രണ്ടാമത് കൊടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് കറക്റ്റ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ഗ്രീന് പിന്നെയാണ് സ്കൈ ബ്ലൂ കൊടുക്കുക. പക്ഷെ കൊടുക്കുന്ന ടൈമിൽ നമുക്കത് സെയിം ആയിട്ട് തോന്നണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി വേണ്ടത് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ബ്രൗൺ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നമ്മളതിൽ ബ്രൗൺ ഒരുപാട് ഷെയ്ഡ് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ബ്രൗണോ അതല്ലെങ്കിൽ നോർമൽ ഡാർക്ക് ബ്രൗണോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് കുറേ ഷെയ്ഡുള്ള ബ്രൗണുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രൗൺസ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഇതൊക്കെ ബ്രൗൺ തന്നെയാണ്. അപ്പോൾ ഇതിൽ നോർമൽ ബ്രൗൺ ആണ് എടുക്കുന്നത് കേട്ടോ. അതായത് ഡാർക്ക് ബ്രൗൺ അല്ല ഞാൻ എടുക്കുന്നത്, ഒരു ബ്രൗൺ നോർമൽ ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഡാർക്ക് എടുക്കണമെങ്കിൽ ഡാർക്ക് എടുക്കാം. ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ചോക്ലേറ്റ്സിൻ്റെ പോലെയാണ് അല്ലേ. ഇല്ലേ, നിങ്ങൾ നോക്കിയൊക്കെ ഡയറി മിൽക്കിൻ്റെ പോലെയൊക്കെ തോന്നുന്നില്ലേ? എനിക്കിത് കണ്ടിട്ട് കടിക്കാൻ തോന്നുന്നുണ്ട് ഇല്ലേ, നമുക്ക് തിന്നാൻ തോന്നുന്ന പോലെ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ബ്രൗൺ ഷെയ്ഡ്. പ്രത്യേകിച്ച് ഡാർക്ക് ബ്രൗൺ കളർ ഇഷ്ടമുള്ളവർക്കൊക്കെ. അപ്പോൾ നമുക്ക് അല്ലേ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്മെല്ലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ് തോന്നുന്നു കണ്ടിട്ടില്ലേ. ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ മാതിരിക്ക് ശരിക്കും അത് നല്ലൊരു ചോക്ലേറ്റ് മിഠായിൻ്റെ ഒക്കെ ഫ്ലേവറായിട്ട് തോന്നുന്നുണ്ട്. കാണാനും അതുപോലെ തന്നെ ആ ഒരു നല്ലൊരു എന്താ പറയുക, എനിക്കിതിങ്ങനെ കളർ ചെയ്യാൻ എടുക്കാൻ തന്നെ തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് നോർമൽ ബ്രൗൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ബ്രൗണോ അല്ലെങ്കിൽ ഇനി ഡീപ്പ് ബ്രൗൺസോ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ സെറ്റ് ചെയ്തു. ഇനി ഒരു വൈറ്റ് പോർഷൻ ഇതെന്താണെന്നല്ലേ, യെസ് ഇതാണ് വഴി കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇവിടെ മുതൽ ഇങ്ങനെ വേണം കളർ ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് നമ്മളിതുപോലെ തന്നെ ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യാനുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇതുപോലെ വേണം കളർ ചെയ്യാൻ കേട്ടോ. സൈഡിൽ നിന്ന് കളർ ചെയ്യരുത്. മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടുപോകുന്ന പോർഷൻ്റെ ഇതിവിടെ എത്തുമ്പോൾ വീതി ഇങ്ങനെ കൂട്ടി കളർ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ വേണം നിങ്ങൾ കളർ ചെയ്യാൻ കേട്ടോ. വേറെ എക്സ്ട്രാ സൈഡുകളൊന്നും കൊടുക്കണ്ട. ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ അവിടേക്കൊക്കെ കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടിയിലേക്ക് പോകുന്തോറും നല്ലോണം ഡാർക്കാക്കി കൊടുത്താൽ മതി. ഓക്കെ, അടിയിലേക്ക് പോകുന്തോറും നല്ലോണം ഡാർക്കാക്കി കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് പോർഷൻസ് എല്ലാ പോർഷൻസ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ലൈനിൽ തന്നെയാണ് കവർ ചെയ്യുന്നത്. അവിടെ പോയിട്ട് നീളത്തിനല്ല അല്ലെങ്കിൽ വീതിയിലായിട്ടല്ല കളർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒന്ന് അടിയിലേക്കും ഇതുപോലെ തന്നെ ഒന്ന് മുകളിലേക്കും ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് കളർ ചെയ്തു ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരെ കണ്ടോ, ഈ ഒരു ടോപ്പ് വരെ ചെയ്യണം. ഇനി വേണ്ടത് സ്പോഞ്ച് തന്നെയാണ്. ഇതിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സ്പോഞ്ച് യൂസ് ചെയ്യണം. അതാണ് ഞാൻ ചെറിയ സ്പോഞ്ച് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് സ്പോഞ്ച് ഞാൻ പിന്നിങ് കീറി ഇതുപോലത്തെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കേട്ടോ, നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോർഷൻ മുതൽ അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തു. ഓക്കെ, പിന്നെയും ഈ മേലത്തെ പോർഷൻ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പതുക്കൊന്നിങ്ങനെ വലിച്ചു കൊടുത്തു. ഇനി ഈ ഒരു ബ്രൗൺ കളറ് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു ഗ്രീനിൻ്റെ സെൻറ്ററിൽ വരുന്ന ബ്രൗൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ അതവിടെ എന്ത് ചെയ്യണം, സ്മെച്ചായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൈസ് ചെയ്ത് കൊടുക്കുക നല്ലോണം കേട്ടോ, നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഫുള്ളായിട്ട് ബ്രൗൺ ഷെയ്ഡ് ഇതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ. ഇനി വേണ്ടത് ബ്ലാക്ക് കളറാണ്. ഈ ബ്ലാക്ക് കളറ് നമ്മൾ ഈ സൈഡിൽ ഒന്ന് പതുക്കൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ വെച്ചിട്ട് പതുക്കൊന്ന് ഇങ്ങനെ ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് ലൈൻ ചെയ്യേണ്ട ആവശ്യം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് ഒന്നുകൂടി ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ പോർഷൻ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്ത ഗ്രീനോ ബ്രൗണോ ഏതായാലും കുഴപ്പമില്ല, ഈ പോർഷൻ ഇങ്ങനെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഒന്ന് ഡാർക്ക് ആകുമ്പോൾ കാണാൻ കുറച്ചും കൂടി ആ ഒരു വഴിയുടെ സൈഡ് കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബ്രൗൺ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ കൊടുത്തിട്ടൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം, ഇത് നിർബന്ധമില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൃത്തികേടായിട്ട് തോന്നുകയാണ്, ഈ ഷെയ്ഡ് കുറച്ചും കൂടി ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത്രയും നിർബന്ധമുള്ള കാര്യമല്ല ഈ ബ്രൗണ് എൻ്റെ സൈഡിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മളാ ഒരു സൈഡിൽ പുല്ല് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ, ഗ്രാസൊക്കെ, അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഒരു 2 ബ്രൗണ് ബ്ലാക്ക് കളറാണ് രണ്ട് സൈഡിലും, ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുഞ്ഞ് ലൈൻസ് നല്ലോണം പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഷെയ്ഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് ഇടുകയാണ്. ഇവിടെ നിന്ന് ഡോട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു അറ്റം വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, 2 സൈഡിലേക്ക് കേട്ടോ. ഈ വഴിയിൽ നിന്ന് മുകളിലേക്കും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഓപ്പോസിറ്റും കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ലൈൻ ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഗ്രീൻ കളർ കേട്ടോ, നല്ല ഡാർക്ക് ഡീപ്പ് ഗ്രീൻ വെച്ചിട്ട് കുഞ്ഞ് ലൈൻസ് ഇതുപോലെ തന്നെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത അതേ സെയിം ലൈൻ കേട്ടോ. പിന്നെ അതുപോലെ ബ്ലാക്ക് ലൈൻസ് എടുത്തിട്ട് അടിയിൽ മാത്രം ചെറിയ കുഞ്ഞ ലൈൻസ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വരച്ച ലൈൻസിൻ്റെ മുകളിലൊക്കെ ഏറ്റവും അടിയിൽ വരുന്ന പോർഷൻസിൽ മാത്രമാണ് ഈ ഒരു ബ്ലാക്ക് ലൈൻസ് കൊടുക്കുന്നത്. നല്ലോണം കൊടുക്കരുത്, ചെറുതായിട്ട് മാത്രമാണ് ആ ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞ് ഡോട്ടായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ചെറിയ ലൈൻസ് ആയാലും കൊടുത്തിട്ട് കുഴപ്പമില്ല. ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കണം. 2 സൈഡിലും ചെറിയ ലൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഓയിൽ പാസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. നമ്മളിങ്ങനെ കളർ ചെയ്ത് വരുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് അല്ലേ, ഇതുപോലത്തെ കളേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ. ഇനിയിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ സ്കില്ല് അല്ലേ, അവർ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ്സ്, അവരിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഓരോരോ ആർട്ടുകൾ, അത് ഓയിൽ പാസ്റ്റ് തന്നെ വേണമെന്നില്ല, ഓരോരോ ആർട്ടുകളിലേക്ക് അവരെ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കുന്ന ടൈമിലൊക്കെ അവർ ഇതുപോലെ ഓരോ ആർട്ടിലേക്ക് കൊടുക്കുക. അവരുടെ കഴിവുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അവർ തന്നെ ചോദിക്കും നമ്മളോട്, ഉമ്മച്ചിക്ക് എന്നെ പഠിപ്പിക്കായിരുന്നില്ലായിരുന്നോ, അവരെല്ലാവരും പഠിച്ചല്ലോ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ കുട്ടികളെ കഴിവിനെ വളർത്താൻ നോക്കുക കേട്ടോ. അവർ ഒരുപാട് കഴിവുള്ള മക്കളാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ പലവരും തിരിച്ചറിയാതെ പോകുന്നതാണ് പല കഴിവുകളും. അപ്പോൾ നമ്മൾ ഇതുപോലെ കളേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അല്ലേ, അടിപൊളി ഒരു വഴിയായില്ലേ. ഇങ്ങനെ കാണുമ്പോൾ വഴി കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ സൈഡിലുള്ള കുഞ്ഞു പുല്ലുകൾ കാണാൻ പറ്റും. ഇനി ഈ ലാസ്റ്റിലെ പോർഷൻ നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്ക് വരച്ച പോർഷൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. സ്പോഞ്ചൊന്നും യൂസ് ചെയ്യേണ്ട, കൈ വെച്ചിട്ട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സ്മജാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്ലാക്ക് ലൈൻ ഈ ഒരു ലൈനിൻ്റെ മുമ്പ് കൊടുക്കണം എന്നില്ല. ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്ത ആ ഒരു ബ്ലാക്ക് ലൈൻ സ്കിപ്പ് ചെയ്യാം. കാരണം ഇവിടെ ഇങ്ങനെ വലിക്കുമ്പോഴും ബാക്ക് നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ബ്ലാക്ക് നമ്മൾ നല്ല ഡാർക്കായി മാറും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി അങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി ഈ പോയിന്റിൽ ബ്രൗൺ ഷെയ്ഡ്, നോർമൽ ബ്രൗൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ ബ്രൗൺ ചെയ്തെടുക്കുന്നുണ്ട് ആ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം വഴി ഇങ്ങനെ അവസാനിച്ച് പോകുന്ന പോർഷൻ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ വഴി ലാസ്റ്റിലേക്ക് ഇങ്ങനെ വളവാണെങ്കിൽ അല്ലേ
ഒരു ചെരിവുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുഞ്ഞതായിട്ട് വഴി ഇങ്ങനെ അറ്റം മുട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ, അതാണ് ആ ഒരു പോർഷൻ കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന ഗ്യാപ്പ്. ഇനി ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് പോർഷൻസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി ബ്ലാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ 2-3 ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ മായ്ച്ചു കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു വഴി കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും, ആ ഒരു കളറുകൾ കാണാൻ കുറച്ചും കൂടി നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ നമ്മളൊരു ചെറിയ ട്രീ ആണ് വരയ്ക്കുന്നത് കേട്ടോ. ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു ചെറിയ വൃക്ഷമാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ചെരിച്ചൊരു ലൈൻ എടുക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റൽ യൂസ് ചെയ്യുക. ഇനി പാസ്റ്റൽ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് വരയ്ക്കാം, അതാണ് ഏറ്റവും നല്ലത്. പെൻസിൽ കൊണ്ട് ജസ്റ്റ് ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ പാസ്റ്റൽ വെച്ച് കളർ ചെയ്യുക കേട്ടോ. കളർ ചെയ്യല്ല, ലൈൻസ് ചെയ്യാം. ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ലൈൻസും കാര്യങ്ങളൊന്നും വരയ്ക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ, അതായത് അവർക്ക് ഇങ്ങനെ ചെയ്തു വരുന്നുള്ളൂ. നമുക്കറിയാം നമ്മളെ കുട്ടികളെ എത്രയൊക്കെയും ഇതുപോലെ ഓയിൽ പാസ്റ്റൽ ഇതിനു മുമ്പ് ചെയ്യാറുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ അവരോട് നമ്മൾ പെൻസിൽ തന്നെ ചൂസ് ചെയ്യാൻ പറയുക. കാരണം അവർ പെൻസിൽ വെച്ച് ചെയ്യുന്നതും ഈ ഒരു കളർ വെച്ച് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. പെൻസിലാണെങ്കിൽ അവർക്ക് ലൈറ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, അത് രണ്ടാമത് വേറൊരു ഷെയ്ഡ് പോയി കഴിഞ്ഞാലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കളറാണെങ്കിൽ നമുക്ക് തെറ്റി കഴിഞ്ഞാൽ മായ്ച്ചു കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ ചെറിയൊരു ചില്ലകൾ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസുകൾ കണ്ടോ, ഒരു ലൈനുമ്പോൾ തന്നെ വേറൊരു ലൈൻ വരുന്ന രീതിയിലാണ് ഇതിൽ നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ലൈൻസും മറ്റ് ലൈൻസിൽ മുട്ടി പോകണം, ടച്ചായി നിൽക്കുന്ന രീതിയിലാണ് ഇതിലുള്ള എല്ലാ ലൈൻസും നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ശാഖകളും ചില്ലകളും ആയിട്ട് നിൽക്കുന്ന ഒരു ചെറിയ മരമാണ് ഇവിടെ. കുറേ ഇലകളൊക്കെ ഉണ്ടായി, ആ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു വൃക്ഷം, അതാണ് നമ്മളിവിടെ ലൈൻ ചെയ്യുന്നത് അല്ലേ. ചില്ലകൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ലൈൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഈ ലൈൻസ് നല്ല വലുതായി വരണം, അതാണ് ഏറ്റവും ഭംഗി. അപ്പോൾ നമുക്ക് ലൈൻസ് എത്ര വേണമെങ്കിലും വലുതാക്കാം, ചെറുത് മാത്രമല്ല ലൈൻസ് നമുക്ക് ഇങ്ങനെ വലുതാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്കൊക്കെ ലൈൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേ ലൈൻസ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കുന്നേക്കാളും ലൈൻസ് ടച്ച് ചെയ്ത് നിൽക്കുന്നതാണ് എപ്പോഴും കാണാൻ ഭംഗി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൈൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തു. ഇനി ഈ ഒരു ട്രീയുടെ പോർഷൻ ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ ട്രീ എങ്കിൽ ഈ ഒരു ട്രീയുടെ ഭാഗം നമ്മൾ ഡാർക്കാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് എങ്ങനെയാണ്, ഇത് എന്താണ് സംഭവം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു ചില്ലകളൊന്നും നമ്മൾ കളർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്, അത് നമുക്ക് അങ്ങനെ കളർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ നോർമലി ലൈൻസ് മാത്രമായിട്ട് ചെയ്യുന്നത്. ഈ പോർഷൻ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ലൈൻസ് ഏറ്റവും അടിയിലെ പോർഷൻസ് വരെ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് കളർ വലിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സ്മജ് ചെയ്ത് കൊടുക്കാനോ പറ്റൂല. കാരണം അടിയിലുള്ള ഒരു ഓയിൽ പാസ്റ്റലിൻ്റെ മുകളിൽ നമ്മൾ കളർ ബേസ് കൊടുത്തിട്ടുള്ളതിന് മുകളിൽ നമ്മൾ സ്മജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന കളർ അതേപോലെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നമ്മൾ ആ ഒരു ബ്ലെൻഡ് ചെയ്യുന്നതിൽ കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതിനെ ഇത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, അവിടെ കളർ മാഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ബ്ലെൻഡ് ചെയ്യരുത്. ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലെൻഡ് ചെയ്യില്ല കേട്ടോ. ബേസ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്, പിന്നെ ബ്ലെൻഡ് ചെയ്യേണ്ട. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുക. നമ്മൾ പ്ലാസ്റ്റിക് ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ലൈറ്റായിട്ടല്ല, അതേപോലെ തന്നെയാണ് ഓയിൽ പാസ്റ്റലും. ബേസിൻ്റെ മുകളിൽ കൊടുക്കുന്നതൊക്കെ ലൈറ്റായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി ആ ഒരു വൈറ്റ് പോർഷൻസ് ഒരു ട്രീയുടെ കളർ കാണാത്ത രീതിയിൽ ഇത് നമ്മളിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു കളർ കാണാത്ത രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് ലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ കൊടുക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ചെറിയ നീളത്തിൽ 2 സർക്കിൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, മുകളിലും വരച്ചു. ഈ മുകളിൽ വരച്ച സർക്കിൾ കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കളർ അവിടെ നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ബ്ലാക്ക് കളറാണ്. ഇത് ജസ്റ്റ് കൈ വെച്ച് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്താൽ മതി, ഒറ്റ പ്രാവശ്യം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ 2 ലൈൻസൊക്കെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ ലൈൻസൊക്കെ നമുക്ക് ഈ ഒരു മരത്തിൽ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും ലൈൻസൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള പോർഷനിൽ നമുക്ക് ഗ്രീൻ കളർ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം മരത്തിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ കുഞ്ഞു ഒരു പ്ലാന്റ്സ് നിൽക്കുന്ന പോലെ ഏറ്റവും അടിയിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് കളർ ഗ്രീൻ കളർ തന്നെയാണ്, ഡീപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാസ്റ്റൽ യൂസ് ചെയ്തിട്ട് കുറച്ച് അത്യാവശ്യം നീളത്തിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കുഞ്ഞു പുല്ലിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇവിടെ നമ്മൾ ലൈൻസ് എടുക്കുന്നത്. നമ്മൾ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ലൈൻസ് എടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ കുഞ്ഞു ഇലകൾ ഇങ്ങനെ വരയ്ക്കുന്നത്.
ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ ആ ലൈറ്റ് ഗ്രീനും കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീനും മുകളിൽ കൊടുക്കുമ്പോഴാണ് ഏതെങ്കിലും പോർഷൻസ് ഫില്ലാവാത്തുണ്ടെങ്കിൽ അതൊന്നും ഫില്ലായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ആ കളേഴ്സ് നമുക്ക് എടുത്ത് കാണാൻ പറ്റും. ഫോണിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് ആ കളേഴ്സ് നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി യെല്ലോ കളർ, ഇതിൻ്റെ മുകളിൽ മാത്രമാണ് യെല്ലോ കളർ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ബ്ലാക്ക് ഷെയ്ഡ് ഏറ്റവും അടിയിൽ ചെറുതായിട്ട് ഇതുപോലെ കളർ ചെയ്താണ് കൊടുക്കുന്നത്, അല്ലാതെ ലൈൻസ് അല്ല കേട്ടോ. ലൈൻസും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കളർ ചെയ്യുന്നതാണ് ഭംഗി. ഏറ്റവും അടിയിൽ കണ്ടോ, ഒരു വുഡിനുമ്മ കയറിയിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് 2-3 തവണ വലിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതവിടെ കണ്ടോ, നല്ല രീതിയിൽ അവിടെ ഷെയ്ഡായിട്ട് മാറും. അടിപൊളിയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു വർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും നോക്കുക, നല്ല ഭംഗിയുണ്ടോ നമ്മളൊരു ഡ്രോയിങ് കാണാൻ എങ്ങനെയുണ്ട്. ഈ ഒരു നിങ്ങൾക്കിത് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ.